എനിക്കിതിനകത്തൊന്നും പറയാനില്ല. കാരണം തെറി വിളിക്കരുത്, അത് മാത്രം ഞാൻ സഹിക്കുന്നു. കാരണം നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ തെറി വിളിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താ അതിന്റെ വേദനയുണ്ട്. മോളെ ആ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്കത് പറയാൻ പറ്റത്തില്ല. രേണുടെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഈ കമന്റ് ഇട്ട അമ്മരൊക്കെ ഇപ്പൊ ലോക്കപ്പിലേക്ക് യാതൊരു സംശയമില്ല. അവരെ വീട്ടിലെ ഭാര്യനും അമ്മേനും ആരെങ്കിലും തെറി പറഞ്ഞാൽ അവർ സഹിക്കുമോ? അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം തന്നെ എന്നോട് ഈ തീർക്കുന്ന ഇവര്. എന്തായാലും ഉറപ്പായിട്ടും നിയമപരമായിട്ട് നമ്മൾ മനസ്സോട്ട് തെറ്റ് ചെയ്തില്ല നമുക്കറിയാം. ഈ ഗോസിപ്പുകൾ ചേർത്ത് നമ്മൾ പിൻവാങ്ങാന്നുള്ള രീതിയിൽ ഒരിക്കലും എന്നെ സമയം നടക്കുന്നത്. എനിക്ക് ഗോസിപ്പ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജോലി തിരക്കിനിടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഇടവേളകൾ ചെയ്യുന്ന എന്റർടൈൻമെന്റ് മാത്രം റീൽസ്. അതിന്റെ ഗോസിപ്പിനോട് മറുപടി വരാനൊന്നും നമുക്ക് വേറെ പരിപാടി നടക്കൂല. എന്റെ KSTV ജോലി ചെയ്യാൻ തൽക്കാലത്ത് രാജിവെക്കേണ്ടി വരും. അതിനെ പറ്റും ഞാൻ ആലോചിക്കുന്നില്ല. നമ്മളെ ജോലി പെർഫെക്റ്റ് ചെയ്യുക, അതിന്റെ ഇടവേളകൾ റീൽസ് ചെയ്യുക. അതിന്റെ നെഗറ്റീവ് വരട്ടെ, അത് ഗോസിപ്പ് ആവട്ടെ. നമ്മൾ മനസ്സോട്ട് തെറ്റ് ചെയ്തില്ല നമുക്കറിയാം. അത്രേ ഉള്ളൂ. ഒരു റീസെന്റ് നിങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊളാബ് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചങ്കാണ് അല്ലെങ്കിൽ ബ്രദർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിനാണെങ്കിൽ ഒത്തിരി കമന്റ്സ്, ലൈക്ക് അവർക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആവുന്നില്ല. അത് ശരിക്കും എന്താണ് ഏതാണ് എന്നുള്ള രീതിയിൽ ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പൊ അതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നതാണ്, ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ. പബ്ലിക്കായിട്ടല്ലേ അവരിട്ടേക്കുന്നത്. ഞാൻ വായിക്കണം. ആളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ആ മോനെ വഴിയാധാരമാക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ മോന്റെ വീട്ടിൽ താമസിച്ച് വാളത്തിനും കാണിക്കാൻ ഈ സ്കൂൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു തെറിയാണ് ആ വേർഡ്. അവൻ വ്യക്തമായിട്ട് അറിയാവുന്നവൻ തന്നെയാണ്. എന്റെ ഹസ്ബൻഡാണ് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം ആകുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം മരിച്ച ജൂൺ 5-ാം തീയതിയാണ്. ഇപ്പം ഈ ഒരു ജൂൺ 5 2 വർഷത്തിലോട്ടാകും. അദ്ദേഹത്തിന്റെ 2 മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ തന്നെയാണ് 2 പേര്. ഋതുവിനെക്കാളും കുറച്ചുകൂടെ ആദ്യമായിട്ട് എന്നെ അമ്മയെന്ന് വിളിച്ച കിച്ചുവാണ്. അത് കിച്ചുവിനും അറിയാം, എനിക്കും അറിയാം, സുധിച്ചേട്ടനും അറിയാവുന്ന കാര്യമാണ്. അപ്പം അവൻ കഴിഞ്ഞിട്ടേ ഉള്ള ഒരു പടി ഋതുവിനോടും സ്നേഹം. അത് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്കിനി ഇത് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 100 ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിലല്ല വീട്. ഒരു 100 അല്ല 100. ഈ വീട് വെച്ച് തന്നെ KHDCയുടെ മെയിൻ ആള് ഫിറോസിക്ക വരെ ഇതിന് ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. രേണുവിന്റെ അല്ല വീട്, സുധിച്ചേട്ടന്റെ 2 മക്കളുടെ പേരിലാണ് വീട്. പിന്നെ ഞാൻ എവിടെ ചെന്ന് എങ്ങനെ അടിച്ചിറക്കുമെന്ന് ഈ പറയുന്ന ഈ നാട്ടുകാർ എനിക്കറിയാമല്ലേ. കുറെ നാളായി ഇത് തന്നെ ഞാൻ കേൾക്കുന്നു. എനിക്കിതിനകത്തൊന്നും പറയാനില്ല. കാരണം തെറി വിളിക്കരുത്, അത് മാത്രം ഞാൻ സഹിക്കത്തില്ല. കാരണം നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ തെറി വിളിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താ അതിന്റെ വേദനയെന്ന്. നമുക്ക് കെട്ടിയവരില്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ കിടന്ന് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത്. പൂമോളെ ആ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്കത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലെന്നോർത്താണ് വിളിക്കുന്നത്. പക്ഷെ അത് വേണ്ടി ഒരാളെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലേ ഇവർ പഠിക്കത്തുള്ളൂ. അത് ഞാൻ എന്റെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഉറപ്പായിട്ടും നിയമപരമായിട്ട് പോകും. അപ്പോ ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്ക്, നിങ്ങൾ ഇടുന്ന കമന്റ്സ് ഒക്കെ സ്കോർ ചെയ്ത് വെക്കുക. അതനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താണ് പറയാനുള്ളത് ദാസേട്ടാ? എനിക്കും രേണു, ഞാൻ പറഞ്ഞു ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരു വ്യക്തിയാണ്. രേണുയുടെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഈ കമന്റ് ഇട്ട അമ്മരൊക്കെ ഇപ്പൊ ലോക്കപ്പിലേക്ക് യാതൊരു സംശയമില്ല. സൈബർ സെല്ലിന് എനിക്ക് തോന്നുന്നത് ഏതൊന്ന് യൂട്യൂബർ ഇതിനു മുമ്പ് അയാളും മകളും കൂടി, യൂട്യൂബർ പേരാണ്, മകളും കൂടി അഭിനയിച്ചൊരു വീഡിയോന്റെ അകത്ത് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട്. അയാൾ പൂട്ടിച്ചു, പോലീസ് സ്റ്റേഷനിൽ കയറി, പ്രായമുള്ള ആളെ കമന്റ് ഇട്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റിച്ചു. അത് അയാൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. അയാൾക്ക് എത്ര വേദന. അയാളെ മകളും കൂടി അഭിനയിച്ച് വീഡിയോനകത്ത് ഇങ്ങനെ മോശം കമന്റ് എന്താ ചെയ്യുക? ഇത്ര ആൾക്കാർ സൈബർ സെല്ലിനോട് നേതൃത്വം കൊണ്ടുവരാൻ എനിക്ക് പറയാം. ഞാൻ ചെയ്യൂല. എന്ന് വെച്ചാൽ ഒരു ലേഡി എന്നുള്ള രീതിയിൽ രേണു സഹിക്കുന്നതിനെ മാക്സിമം ചെയ്തു തരുന്നു. രേണു നേരത്തെ പറഞ്ഞ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക്, ഇവിടെ രേണു പറഞ്ഞ ഒരു പോയിന്റ്, ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയാണ് ഇവിടെ ആശ്രയമുള്ള ഒരു ഭർത്താവ് ഇപ്പൊ ഇല്ലാന്ന് വെച്ചൊരു സ്ത്രീനെ എന്ത് തെറിയും പിടിക്കാന്നുള്ളത് ആ നിയമപരത്തിന് രേണു നേരിടുന്ന എന്റെ അഭിപ്രായം. രേണു നാളത്തിന് തിരക്ക് കഴിയാൻ, രേണുവിന്റെ തീരുമാനം രേണു എടുക്കണം, ഞാൻ പറയുന്ന കാര്യമല്ല. നാളത്തിന് തിരക്ക് കഴിഞ്ഞിട്ട് നിയമപരത്തെ ആ കമന്റ് ഇട്ട ആള് ഓൾറെഡി ഫേക്ക് അക്കൗണ്ട് അല്ല, അത് ഒറിജിനൽ അക്കൗണ്ട്. അയാളെ കണ്ടിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. ഒരാൾക്ക് പണി കൊടുത്താൽ ബാക്കിയുള്ള ആൾക്കാർ പഠിക്കും. ചെറിയ പറഞ്ഞോ അല്ല ചീത്ത പറഞ്ഞോ, പക്ഷെ അതൊരു ആ രീതിയിൽ പറയാൻ പാടില്ല. ഈ ലോകത്ത് നിയമ സംവിധാനങ്ങളില്ലേ അല്ലേ? സ്ത്രീക്ക് കൂടുതൽ അധികാരമുള്ള നാടല്ലേ നമ്മുടെ നാട് അല്ലേ? സ്ത്രീകളെ ബഹുമാനിക്കുന്ന നാടല്ലേ? അപ്പൊ ഈ സ്ത്രീ സഹിക്കുന്ന ഒരു പരിധിയില്ലേ? യു പ്രൊസീഡ് ചെയ്യണോ? എനിക്കത് പറയാനുള്ളൂ, ബാക്കി നിന്റെ ഇഷ്ടം പോലെ. കാരണം ഈ കമന്റ് ഇടുന്നവര് ഒരു കാര്യം ചിന്തിക്കാൻ, നിങ്ങളുടെ വീട്ടിലും ഉണ്ട് പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ അവരുടെ വീട്ടിലെ ഭാര്യനും അമ്മേനും ആരെങ്കിലും തെറി പറഞ്ഞാൽ അവർ സഹിക്കുമോ? പറയുമ്പോ നമ്മള് ഒബ്വിയസ്ലി ഇതുപോലെ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ നാളെ ആ കമന്റ് ഇപ്പോഴും അതിനകത്തില്ലേ? ഉണ്ട്, അതുണ്ട്. ആക്ച്വലി ബിക്കിനി ഷൂട്ട് എടുക്കുന്നവരുണ്ടല്ലോ ഇവിടെ മലയാളികൾ ഇല്ലേ?
പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, പേര് പറയുന്നവരും നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നവരുണ്ടല്ലോ. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നമല്ലേ എന്നോട് ഈ തീർക്കുന്ന ഇവര്. അവരുടെയൊക്കെ ഞാൻ നോക്കുമല്ലോ, കമന്റ് നോക്കുമല്ലോ. ഈ മലയാളികൾ ആരും അവർക്കൊന്നും പറയുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഒരിക്കലും അത് തെറ്റാന്നല്ല, ഞാൻ ഒരിക്കലും ആരെയും തെറ്റ് പറയത്തില്ല. അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ്, എന്തിടണം എന്തിടണ്ടെന്നുള്ളത്. ഞാനൊരു റീൽ ചെയ്ത് ഇത്ര വലിയ പാതകം അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തൊക്കെ ഈ തെറിയാ വിളിക്കുന്നത്. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ലടാ, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. ചിലത് ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല, കാരണം പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഈ തെറി, അതേ ഉള്ള എനിക്ക് വിഷയം. എന്തിനാണ് ഈ തെറി വിളിക്കുന്ന ഇവന്മാര്?